ടീച്ചർക്ക് എന്ത് പറ്റി ടീച്ചറമ്മ? തക്ക സമയത്ത് ഞാനും രമേശനും തങ്കപ്പനും ഒക്കെ ഓടി വന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാനൊത്തു. ഇത്രയൊന്നും ചെയ്തത് പോരാഞ്ഞ് പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നത്? പോലീസ് രേഖകളിൽ രേണുക എന്ന് ജീവിച്ചിരിപ്പില്ല. ടീച്ചറമ്മ ടീച്ചറമ്മ ടീച്ചറമ്മക്ക് എന്ത് പറ്റി ടീച്ചറമ്മ? എന്നെയൊക്കെ അവിടെ താമസിപ്പിക്കാൻ പോയതല്ലേ ടീച്ചറമ്മക്ക് ഇങ്ങനെ വന്ന്? എന്നെയൊക്കെ അവർ കൊണ്ടുപോയി ടീച്ചറമ്മ. അവർ കൊന്നു കാണും. എനിക്ക് ആരുമില്ലാതായി ടീച്ചറമ്മ. നീ ചെല്ല്, ഞാൻ വന്നോളാം. എന്താ ശങ്കരിയമ്മേ, എന്താ എന്റെ അമ്മയ്ക്ക് പറ്റിയത്? എവിടെയാ എന്റെ അമ്മ? എന്റെ കുഞ്ഞെ ഇപ്പോഴായാലും വന്നല്ലോ. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ എന്തൊരു പുകിലായിരുന്നെന്നറിയോ? അമ്മ ഏത് മുറിയിലാന്നൊന്ന് പറ ശങ്കരിയമ്മേ. കുഞ്ഞിങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ല. തക്ക സമയത്ത് ഞാനും രമേശനും തങ്കപ്പനും ഒക്കെ ഓടി വന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാനൊത്തു. എ ബ്ലോക്കിലുണ്ട്. മോൾ അവിടെ നിന്നേ. എന്താ? ശങ്കരിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കുഞ്ഞിനെയും കെട്ടിയനെയും ഒക്കെ കളഞ്ഞേച്ച് നിർമ്മല ടീച്ചർ ആ അലവലാതി പിള്ളേരെ പിടിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന എന്തിനാ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. വന്നവരെ അത്ര നിസ്സാര പുള്ളികളല്ല. കൊല്ലാതെ വിട്ടത് ഭാഗ്യം. ഇനി ഇതുകൊണ്ട് തീർന്നെന്നാണോ വിചാരം? കേസും പോലീസും ഒക്കെ ആയിട്ട് സ്വസ്ഥത കിട്ടുമോ? ആ പെങ്കൊച്ചിന്റെ കാര്യം എന്തായിരിക്കോ എന്തോ. എണീക്കടാ, എഴുന്നേറ്റ് പോവാൻ. ഇത്രയൊന്നും ചെയ്തത് പോരാഞ്ഞ് പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നത്? ചത്തില്ലെങ്കി കൊല്ലാൻ വന്നാണോ? ഇറങ്ങി പോടാ ഇവിടുന്ന്. ചേച്ചി ഞാൻ ചേച്ചിയോ? നിന്നോട് മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. പെങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞ് ആരുടെ കയ്യിന്നോ കാശ് വാങ്ങിട്ട് ഒടുവിൽ അവര് കൊണ്ടുപോകാൻ വന്നപ്പോ എന്റെ അമ്മ കണ്ടതിനല്ലടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ടീച്ചർ വരെ മോളാണെന്ന് ഞാൻ നോക്കില്ല. എന്റെ വീട്ടില് ചോറുണ്ടിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോടാ. എന്ത് ചെയ്യൂടാ? എന്നെ എന്ത് ചെയ്യുന്ന് പറയടാ. ഇറങ്ങടാ വെളിയില്. എടാ ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ വെളിയില്. അമ്മ, മേലിൽ നിന്നെവിടെ കണ്ടുപോരുത്. പോക്കില്ലാത്തവൻ എവിടെയെങ്കിലും പോയി ചാവടാ. തെണ്ടി ചെക്കൻ. ഇനി ഒരിക്കലും മീനാക്ഷിക്ക് പേടിക്കേണ്ടി വരില്ല. പോലീസുകാർ അവന്മാരെ ഇപ്പോൾ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടാകും. ഏതായാലും കൃത്യസമയത്ത് തന്നെ രാജ്മോഹൻ സാർ വന്നത് നമ്മുടെ ഭാഗ്യം. അരുന്ധതിയൊക്കെ എന്നെ കൂടെ കൊണ്ടുപോയില്ലേ? அப்படின்னா நான் மீனாட்சியை பிடிச்சவங்களை இடிச்சு பப்படம் ஆக்கியேன். சினிமாவில இடியெல்லாம் எனக்கு இப்பவும் தெரியுமே. டிஷ்யூம் டிஷ்யூம் டிஷ்യൂം. ആഹാ, അനന്ത് ഫൈറ്റൊക്കെ പഠിച്ചല്ലോ. ഇനി നമ്മൾ ആരും ഒന്നും പേടിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും അനന്തും ഉണ്ടല്ലോ. ഇനി മീനാക്ഷി എങ്കേയും പോകണ്ടെന്ന് சொல்லுங்க അരുന്ധതിയൊക്കെ. അനന്തും ഇല്ലാനാണ് இந்த மாதிரி എല്ലാം പറ്റുന്നത്. മീനാക്ഷി ഇനി എങ്ങും പോണ്ട കേട്ടോ. മീനാക്ഷി പോയാൽ അനന്തും കൂടെ പോവും. ഹായ്, പോലീസെല്ലാം
വന്നാച്ച്, മീനാക്ഷി രക്ഷിച്ച പോലീസാണ് വന്നാച്ച്. വാ പോലീസണ്ണ. ആ മീനാക്ഷി രക്ഷിച്ചൊക്കെ അരുന്ധതിയൊക്കെ കിട്ടുന്ന അലുവ വാങ്ങിത്തരേ. അലുവ മാത്രമേ ഉള്ളോ? അലുവ, കിലുവ, റസ്ക്, മിഠായി എല്ലാം വാങ്ങിത്തരേ. അമ്മ ഡാൻസ് ക്ലാസ്ക്ക് പഠിപ്പിക്കാൻ പോയിருக்கு. ഓഹോ. വരുമ്പോ അനന്തൂക്ക് ബലൂൺ വാങ്ങിത്തരേ ചൊല്ലി. ആ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ സർ, ഓഫീസിലിരുന്ന് സംസാരിക്കാം. ആ ഇരിക്കൂ സർ. ആ സദാശിവൻ രക്ഷപ്പെട്ടതിലാ എനിക്ക്. അല്ല, താമസിയാതെ അവൻ വലയിൽ വീണോളും. ഈ ഡിസ്ട്രിക്റ്റ് വിട്ട് പോകാൻ അവന് കഴിയില്ല. പോലീസ് 4 പാട് മരിച്ചു പറക്കുന്നുണ്ട്. ആ ബാവയും മറ്റും ലോക്കപ്പിൽ കിടന്ന് നരയിക്കുക. കസ്റ്റഡി കിട്ടിയപ്പോൾ മുതൽ നമ്മുടെ പിള്ളേർ കയറി മേയുകയല്ലേ. ഏതായാലും നല്ല സമയത്താവന്മാർ വന്ന് പെട്ടത്. ഇന്നും നാളെയും കോർട്ടില്ലല്ലോ. തിങ്കളാഴ്ച നേരെ കോടതിയിലേക്ക്. ഇതിനിടയിൽ ഏത് കൊടിയേറ്റിയവന്മാർ വിചാരിച്ചാലും ജാമ്യം എടുക്കാൻ പറ്റില്ല. 2 ദിവസം കിടക്കട്ടയകത്ത്. ദൈവ സാറിനെ ഇവിടെ എത്തിച്ചത്, അതും തക്ക സമയത്ത് തന്നെ. സത്യത്തിൽ CI അരുൺകുമാറിന് പകരം വന്നൊരു പോലീസ് ഓഫീസറാണ് ഞാൻ. പക്ഷേ രേണുക മിസ്സിംഗ് കേസ് വീണ്ടും പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എങ്കിലും ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടി വന്നത് താലോലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാ. കൗതുകം തോന്നുന്നു. രേണുക കേസായിരുന്നല്ലോ അരുൺകുമാറിന്റെ ട്രാൻസ്ഫറിന് കാരണം. പാവം രേണുക, വർഷം 3 കഴിയുന്നു. ഇന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഞാനും അതേക്കുറിച്ച് അന്വേഷിക്കാതിരുന്നില്ല മാഡം. പക്ഷേ പോലീസ് രേഖകളിൽ രേണുക ഇന്ന് ജീവിച്ചിരിപ്പില്ല. കേസ് ഫയൽ ഏതാണ്ട് മടങ്ങിയതുപോലെയാ. അവളുടെ കാര്യത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് സർ. യെസ്, ഐ നോ. ആ കേസിന് പിന്നിൽ ചില വിദഗ്ധന്മാരുടെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാ കാലത്തും അവർക്ക് തന്നെ ജയിക്കാൻ കഴിയില്ലല്ലോ മാഡം. പിന്നൊരു കാര്യമുണ്ട് മാഡം. മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കും വാണിഭ കേസുകൾക്കും എല്ലാം പിന്നിൽ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് ഉണ്ടാവാറ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു സുധാ മാഡം. അവരാണ് ഈ റാക്കറ്റിന്റെ ചീഫ്. അപ്പോൾ സ്ത്രീകൾ അബലകളാണ്, ദുർബല ഹൃദയരാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്ത്രീകൾ വേണം ഇതിനെതിരെ രംഗത്തിറങ്ങാൻ. മാഡത്തെപ്പോലുള്ളവരുടെ മൂവ്മെന്റ്സ് കൂടുതൽ ആക്റ്റീവ് ആവണം. അതെ, എനിക്കതറിയാം സർ. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചല്ല, ആഗോളമായ ഒരു സ്ത്രീ സംഘടന. അതാ ഞാൻ ലക്ഷ്യമിടുന്നത്. അത് നല്ല ആശയമാണ്. പക്ഷേ ആദ്യം ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. കുടുംബശ്രീ, അയൽക്കൂട്ടം തുടങ്ങിയ സംഘടനകളെ ബോധവൽക്കരിക്കണം. കേവലം ചിപ്സും മിച്ചറും പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വച്ച് അതിന്റെ കണക്കെടുപ്പുകൾ നടത്താൻ വേണ്ടി മാത്രം ആഴ്ചതോറും ഒത്തുകൂടുന്ന കുടുംബശ്രീ യൂണിറ്റുകളുടെ ഇപ്പോഴത്തെ ശൈലിക്ക് മാറ്റമുണ്ടാവണം. ശരിയാണ്. ആദ്യം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നിയമത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് സഹായവും ഏത് സമയത്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബൈ ദ ബൈ, ഞാൻ ഇരിക്കുന്നില്ല. തൽക്കാലം ആ കുട്ടിയെ ഇവിടെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. ടീച്ചർ ഹോസ്പിറ്റലിലാണല്ലോ. ആ നാശം. മോളെ മീനാക്ഷി, മോളെ മീനാക്ഷി, മീനാക്ഷി, മോളെ. മീനാക്ഷി, മോളെ, മീനാക്ഷി, മോളെ, മീനാക്ഷി, മോളെ. അമ്മേ, മീനാക്ഷി, അമ്മേ, ഇത് ഞാനാ രാധിക. മീനാക്ഷി വന്നു. മീനാക്ഷി, നീ കണ്ടില്ലേ? ഓ,
ഹോ, മീനാക്ഷി മീനാക്ഷി മീനാക്ഷി, ഇനി അമ്മയ്ക്ക് മതിയായില്ലല്ലേ? സ്വന്തം മക്കളെക്കാൾ വലുതാണോ അമ്മയ്ക്ക് തെണ്ടി പിള്ളേര്? കിടന്ന് വിളിക്കുന്നത് കണ്ടില്ലേ? കിട്ടിയതൊന്നും പോരായിരിക്കും. ഞാനിതെവിടെയാ? അയ്യോ, പിള്ളേരെവിടെ? അവര് പിടിച്ചോണ്ട് പോയി. അവൻ മീനാക്ഷിയെ പിടിച്ചോണ്ട് പോയി. അമ്മേ, ഇത് ആശുപത്രി. മോളെ രാധിയെ, ആ കുട്ടികൾക്ക് ആരുമില്ലാത്തതാ. അവളെ രക്ഷിക്കണം. നീ പോയി അരുന്ധതി മാഡത്തിനോടൊന്ന് പറ. പോലീസ് വിവരം അറിയിക്കാൻ. ധനപാലിനോടൊന്ന് പറ. ചെല്ലടി മോളെ, നേരം കളയാതെ ചെല്ലടി. പിന്നെ എനിക്കിപ്പോ അതല്ലേ ജോലി. അമ്മ ഇന്ന് അടങ്ങിക്കിടക്കുന്നുണ്ടോ? ആ അലവലാതി പിള്ളേര് കാരണം അമ്മയ്ക്ക് ഈ ഗതി വന്നതും പോരാഞ്ഞ് ഞാനും ധനേട്ടനും പോലീസ് സ്റ്റേഷനിലും കണ്ടെടുത്തൊക്കെ കയറിയിറങ്ങി നടക്കണം പോലും. കൊള്ളാം. ആ സദാശിവൻ അവളെ കൊല്ലും. ദുഷ്ടനാവൻ. മീനാക്ഷിയുടെ അമ്മയെ കൊന്നതുപോലെ അവളെ അവൻ കൊല്ലും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതോടെ തീരുമല്ലോ ശല്യം. എടി മനസാക്ഷിയില്ലാത്തവളെ, നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നടി? നീ ഒരു പെണ്ണാണെന്ന വിചാരമുണ്ടോ? നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം. അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ലമ്മേ. ഞാനും ധനേട്ടനും അവിടെ താമസിക്കുമ്പോ ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഈച്ച പോലും അതിനകത്ത് കയറാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടോ? അമ്മയ്ക്കിപ്പോ ഞങ്ങള് വേണ്ടല്ലോ. പാവം ധനേട്ടൻ വിവരം അറിഞ്ഞ ഉടനെ എന്നെ വിളിച്ചോണ്ട് ഓടി വരുമായിരുന്നു. അതാണ് അമ്മേ ബന്ധത്തിന്റെ വില. അമ്മ എന്തു പറയുമെന്നറിയാതെ പാവം ധനേട്ടൻ വെളിയിലിറങ്ങി നിൽക്കുക. ഉണ്ടോ? ധനപാലം വന്നിട്ടുണ്ടോ? എന്നാ അവനെ ഒന്നിങ്ങോട്ട് വിളി മോളെ, ഒന്ന് വേഗം വിളി. ഞാൻ പറയാം അവനോട്. മീനാക്ഷിയുടെ കാര്യം പോലീസിലൊന്ന് വിളിച്ചു പറയാം. ഞാൻ പറയാം. ടീച്ചർ ഇവിടെ തല നല്ലോണം പൊട്ടിട്ടുണ്ട്. ഞാൻ എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. രാധേ ചേച്ചി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നെ പിടിച്ച് തള്ളി, ഒത്തിരി തല്ലുകയും ചെയ്തു. എന്തിന്? ഞങ്ങൾ കാരണമല്ലേ ടീച്ചർക്ക് ഇങ്ങനെയൊക്കെയാ വന്നത്. ഇനി അവിടെ ചെല്ലരുതെന്നും പറഞ്ഞു. അത് തീരുമാനിക്കേണ്ടത് രാധികയല്ലല്ലോ, ടീച്ചറല്ലേ? ആശുപത്രിയിലോ? ടീച്ചറെ കാണാനോ? വേണ്ടക്ക, അക്ക എന്ന ആ രാധിക ചേച്ചിയും ധനപാല സാറും അക്കയെ ഉപദ്രവിക്കും. മുത്തു പറഞ്ഞതുപോലെ മീനാക്ഷി ഇപ്പൊ ഉടനെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലെന്നാ എനിക്കും തോന്നുന്നത്. തൽക്കാലം ഞാൻ പോയി ടീച്ചറെ ഒന്ന് കണ്ടിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞോളാം. എന്താ പോരെ? എന്താ കുട്ടി ഇത്? നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. പക്ഷേ സാഹചര്യം കൂടി നമ്മൾ നോക്കണ്ടേ? ആ സദാശിവനെ ആണെങ്കിൽ ഇനിയും പിടിയിട്ടിട്ടില്ല. തൽക്കാലം നീയും മുത്തും താലോലും വിട്ട് എങ്ങോട്ടും പോകണ്ടെന്നല്ലേ രാജ്മോഹൻ സാർ പറഞ്ഞിരിക്കുന്നത്? വേണ്ടക്ക, പോകണ്ടക്ക. അക്ക ഇവിടെ തന്നെ നിന്നാ മതി. കരയല്ലേ അക്ക, നമ്മുടെ ടീച്ചർക്ക് ഒന്നും വരില്ല. ഹലോ താലോലം, അരുന്ധതി മേനോൻ ഹിയർ. ആ CI രാജ്മോഹനാണ് മാഡം. ആ സദാശിവനെ അകത്താക്കിയിട്ടുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക് യു സാർ. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. കുട്ടികൾക്ക് ടീച്ചറെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. മീനാക്ഷി ഒരു സ്വൈര്യവും തരുന്നില്ല. സാറ് പറഞ്ഞതിന്റെ പേരില് ഞാനൊന്ന് മടിച്ചിരിക്കുകയായിരുന്നു. ഏയ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ടീച്ചർ ഇങ്ങനെയൊരു സ്റ്റേജിലായതുകൊണ്ട് മീനാക്ഷിയും മുത്തുവും തൽക്കാലം താലോലത്തിൽ നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം. താങ്ക് യു സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. രണ്ടാളും വേഗം റെഡിയായിക്കോ. നമ്മൾ ടീച്ചറെ കാണാൻ പോവാ.